ഇത് നമ്മൾ ഉപയോഗിക്കാതിട്ടിരുന്നൊരു ആർ സി കാറായിരുന്നു. ഇതൊന്ന് അപ്ഗ്രേഡ് ചെയ്യാനായിട്ട് പോകും. ഇതിൽ ഞാനൊരു സർവോ ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ 2 മോട്ടർ തമ്മിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. 2 മോട്ടർ അതിനകത്ത് വരുന്നത്. ഫ്രണ്ട് വീലിനും ബാക്ക് വീലിനും സെപ്പറേറ്റ് മോട്ടറാണ്. അതിൻ്റെ വയറായി പച്ച നീല. ഫ്രണ്ടിലൊരു മോട്ടർ, ബാക്കിലൊരു മോട്ടർ. പിന്നെ രണ്ടിനെയും കൂടെ ഞാൻ ഒരുമിച്ച് കണക്ട് ചെയ്തിരിക്കുക. ഇതൊന്ന് മാറ്റി അവിടെ ഒരു കണക്ടർ സെറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് എ സിയിൽ കണക്ട് ചെയ്യാൻ എളുപ്പമായിരിക്കും. ഈ കണക്ടറാണ് അവിടെ സെറ്റ് ചെയ്യാൻ പോകുന്നത്. ഇതൊന്ന് ഇൻസുലേറ്റ് ചെയ്യണം. ടേപ്പിന് വരെ ഞാൻ സ്ലീവാണ് യൂസ് ചെയ്യുന്നത്. സ്ലീവ് ആകുമ്പോൾ അവിടെ സെറ്റായിട്ടിരുന്നുള്ളൂ. മറ്റേത് ചിലപ്പോൾ ഇളകി പോകാൻ ചാൻസ് ഉണ്ട്. ഈ ബാറ്ററിയാണ് നമ്മൾ വണ്ടിയിൽ യൂസ് ചെയ്യുന്നത്. 2500 mAh 2S ബാറ്ററിയാണ്. ഇതാ നമ്മൾ എടുത്തിരിക്കുന്ന ESC 30 ആംപിയറിൻ്റെ ഒരു ESC എടുത്തിരിക്കുന്നത്. ഇതിനകത്ത് നമ്മൾ ബാറ്ററി കണക്ട് ചെയ്യുന്നത്. ഇത് മോട്ടർ കണക്ട് ചെയ്യാനുള്ളത്. ഇത് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ക്യാപ്പ് ചെയ്യാൻ സെറ്റ് ചെയ്തത്. ഇത് നമ്മൾ റിസീവറിനകത്ത് കണക്ട് ചെയ്യേണ്ടത്. ഇത് ചാനൽ 2-നകത്താണ് കണക്ട് ചെയ്യേണ്ടത്. ഈ വെള്ള വയർ ലെഫ്റ്റ് സൈഡിൽ വരുന്ന രീതിയിൽ ചാനൽ 2-ൽ ഇങ്ങനെ കുത്തണം. ഇത് നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്തിരിക്കുന്ന സെർവർ ഉണ്ടല്ലോ, അതിൻ്റെ വയർ അത് ചാനൽ 1-നകത്ത് കണക്ട് ചെയ്യണം. അതിൽ ഈ മഞ്ഞ വയർ ലെഫ്റ്റ് സൈഡിൽ വരുന്ന രീതിയിൽ ചാനൽ 1-ൽ കണക്ട് ചെയ്യണം. ഇത് മോട്ടർ കണക്ട് ചെയ്യാനുള്ളത്. ഇത് നമുക്ക് മോട്ടറിനകത്ത് കണക്ട് ചെയ്യും. ഇനി നമുക്ക് ബാറ്ററിയും കൂടെ കണക്ട് ചെയ്യാനുണ്ട്. ഇതിലാണ് ബാറ്ററി കണക്ട് ചെയ്യേണ്ടത്. ബാറ്ററിയുടെ പിന്നും നമ്മുടെ AC കണക്ടറും തമ്മിൽ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് ഞാൻ വേറെ ഒരു സെപ്പറേറ്റ് ഒരു കണക്ടർ വാങ്ങിയിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മളത് കട്ട് ചെയ്തൊക്കെ കൊടുക്കേണ്ടി വരും. ഇതാകുമ്പോൾ സിമ്പിളായിട്ട് കണക്ട് ചെയ്യാം, പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റും. നമുക്ക് ഊരാനും എടുക്കാനൊക്കെ എളുപ്പമാണ്. ഇത് നേരെ ബാറ്ററിയിലോട്ട് കണക്ട് ചെയ്യുക. ഈ എൻഡ് നെക്സ്റ്റ് കണക്ടർ എന്നാണ് ഇതിൻ്റെ പേര്. ഇതപ്പോൾ നമുക്ക് നേരെ ESCക്കകത്തോട്ട് കണക്ട് ചെയ്യാം. AC പവർ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇത് എളുപ്പമാണ് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. മറ്റേത് നമ്മൾ വയറൊക്കെ കട്ട് ചെയ്ത് കൊടുക്കേണ്ടി വരും. ഊരാനും എളുപ്പമായി. നമ്മൾ എല്ലാ വയറും കണക്ട് ചെയ്തിട്ടുണ്ട്. ESCയും റിസീവറുമായിട്ട് കണക്ട് ചെയ്തു, ബാറ്ററിയും കണക്ട് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ സ്വിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഓണായിട്ടുണ്ട്. റിസീവർ ഓണായിട്ടുണ്ട്. ഒരു മഞ്ഞ ലൈറ്റ് ഒരു റെഡ് ലൈറ്റ് കത്തുന്നുണ്ട്, ബ്ലിങ്ക് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് റിമോട്ടോട് ഓണായി കഴിയുമ്പോൾ ഈ ബ്ലിങ്ക് ചെയ്യുന്ന ലൈറ്റ് അത് സ്റ്റേബിളായിട്ട് നിൽക്കും. ഇപ്പോൾ നമ്മുടെ
റിസീവർ കണക്റ്റ് ആയിട്ടുണ്ട്, തമ്മിൽ ബൈൻഡ് ആയിട്ടുണ്ട്. ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ തിരിക്കുന്ന അനുസരിച്ച് തന്നെ അത് സ്റ്റിയറിങ് തിരിക്കുന്നത്. സ്റ്റിയറിങ് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി ത്രോട്ടിൽ കൊടുത്ത് നോക്കാം. അത് നല്ലതായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി ഇതെല്ലാം ഒന്ന് അടുക്കി സെറ്റ് ചെയ്ത് നമുക്കതിൻ്റെ കവറും കൂടെ ഉണ്ട്, വണ്ടിയുടെ കവറും കൂടെ വെച്ച് ഒന്ന് ഓടിച്ച് നോക്കാം. ഇത് നൈറ്റാണ് ചെയ്തത്, അത് കാരണം ക്ലിയറായിട്ട് കിട്ടുന്നുണ്ടോയെന്ന് അറിയത്തില്ല. നല്ല സൂപ്പറായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്.